നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ശ്രുതി സനീഷും രക്ഷ ഹെൽത്ത് കെയറും ചേർന്ന് SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ 14ാം നമ്പർ അക്ഷരമുറ്റം അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ഗീതാ ഗോപി MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റിന്റെ ഓഫീസ് സമർപ്പണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ശ്രുതി സനീഷും രക്ഷ ഹെൽത്ത് കെയറും ചേർന്ന് SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു. ഗീതാ ഗോപി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ മുഖ്യാതിഥിയായി. SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM വരദൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജ് എന്നിവർ നിർവഹിച്ചു. SFI ചേർപ്പ് ഏരിയ സെക്രട്ടറി അഭിനവ്, ഏരിയ കമ്മിറ്റി അംഗം CS സംഗീത, ആനക്കല്ല് ലോക്കൽ കമ്മിറ്റി അംഗം വിനീഷ് പരമേശ്വരൻ, രാംകുമാർ, ഡയറക്ടർ ബോർഡ് അംഗം AV ദീപു, ബീന ലക്ഷ്മണൻ, മുൻ മെമ്പർ AR രാജു എന്നിവർ പുസ്തക വിതരണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ 14ാം നമ്പർ അക്ഷരമുറ്റം അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ഗീതാ ഗോപി MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അഭിമാന നിമിഷം പേരൻസും നമ്മുടെ അധ്യാപകരും കുഞ്ഞുങ്ങളും വരുമ്പോൾ തന്നെ നല്ല പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല കുട്ടികളായിട്ട് ടീച്ചറായിട്ട് അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് പോകും അല്ലേ? കുറെ കാര്യങ്ങൾ മെമ്പർ പറഞ്ഞിട്ടുണ്ട് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് അല്ലേ? കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ അനുഭവപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. ജയേട്ടൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് വാർത്താൻ പറയുന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ട് കുട്ടികളെ അംഗൻവാടിയിൽ അവരെ ശുശ്രൂഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാരും ആയമാരും ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, ഡെങ്കി ഫീവർ നന്നായി വരാൻ സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം നന്നായി കുട്ടികളെ ശ്രദ്ധിക്കണം. വാർഡ് മെമ്പർ രുക്മിണി സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB പ്രജിത് കുമാർ, ALMC അംഗം ജയകൃഷ്ണൻ മാടത്തിങ്ങൽ, IS സജിത, അംഗൻവാടി അധ്യാപിക PV സുനിത എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വർണ്ണക്കൂട്ടിലെ അംഗങ്ങൾ തുടങ്ങിയവർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റിന്റെ ഓഫീസ് സമർപ്പണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വളരെ കാലത്തെ ആഗ്രഹ പൂർത്തീകരണത്തിലാണ് നമ്മളുള്ളത്. സ്വന്തമായി നല്ലൊരു ഓഫീസ് വേണമെന്നുള്ള ആഗ്രഹം ഇന്നിവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഒരു സംവിധാനത്തിൽ ഒരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ പ്രവർത്തനത്തെ കുറെ കൂടി ഉത്തേജിപ്പിക്കാനും പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതലായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അംഗങ്ങൾക്ക് കയറി വരാനും കാര്യങ്ങൾ അന്വേഷിക്കാനുമുള്ള ഒരു കേന്ദ്രമായി മാറാനും ഒക്കെ അതിന് കഴിയും. ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ തൃശൂർ ജില്ലയിൽ ഈ യൂണിറ്റ് അടക്കം 232 യൂണിറ്റുകളും 45,000 മെമ്പർമാരുമാണ് ഈ ജില്ലയിൽ നമുക്കുള്ളത്. 232 യൂണിറ്റുകളിൽ 150ഓളം യൂണിറ്റുകളിൽ സ്വന്തമായി സ്ഥലവും
കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും ഒക്കെ. അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ഈ യൂണിറ്റിന് സ്വന്തമായി ഒരു സ്ഥലം സമ്പാദിക്കാനും അവിടെ സ്വന്തമായി ഒരു കെട്ടിടം സ്ഥാപിക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായി. വ്യാപാരി വ്യവസായ സമിതിയുടെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടുകൂടി നിർദ്ദേശിച്ച ഗുരുവായൂർ മേഖലയെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ചെയർപേഴ്സണായിരിക്കും. അന്നു മുതലുള്ള ചില പ്രശ്നങ്ങളിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങളെ ഏകോപിച്ചുകൊണ്ട് അമേരിക്ക അന്നും ഇന്നും തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരാണ്. ഞാൻ അതുകൊണ്ടാണ് അത്രയും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ MLA 2011 നാട്ടിൽ വന്ന സമയം തൃപ്രയാറിന്റെ മുഖച്ഛായ്ക്ക് മാറ്റം വരുത്തണം. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നമ്മൾ സംബന്ധിച്ച ഒരു പദ്ധതിയാണ് തൃപ്രയാറിന്റെ സൗന്ദര്യമുണ്ടാണ്. തൃപ്രയാർ രണ്ട് സൈഡിലും ഫുട്പാത്തുകൾ കെട്ടി അണ്ടർഗ്രൗണ്ട് ഡ്രെയിൻ ചെയ്ത് അത്രയും കൃത്യമായി അതിന്റെ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ ഒരു ഫുട്പാത്തും ഹാൻഡിലൊക്കെ വെച്ചാൽ ക്ഷേത്ര നഗരിയിലെ സുന്ദരവും ശുദ്ധത്വവുമായ ഒരു നഗരമാക്കാൻ മുന്നോട്ട് വെച്ച പദ്ധതി പൂർണ്ണമായി എനിക്ക് പിന്തുണ നൽകി ഞാൻ ഈ സദസ്സിൽ പറയാം. വ്യാപാരി വ്യവസായികളാണ്. കാരണം തൃപ്രയാറിന്റെ മുഖച്ഛായ മാറ്റം വരുത്തണമെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനം ഒപ്പം നിൽക്കണം. എൻക്രോച്ച്മെന്റ്, അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ സമീപനത്തെ കൃത്യമായി സമീപിച്ചതാണ്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് സമർപ്പണവും MLA നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് NM സക്കീർ അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ചെയർമാൻ ഭാഗ്യനാഥൻ ആദരിക്കൽ നിർവഹിച്ചു. കരുവന്നൂർ യൂണിറ്റ് സെക്രട്ടറി KA അക്ബർ അലി, പനംകുളം എട്ടുമുന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ, ക്രഡായി തൃശൂർ പ്രസിഡന്റ് A അബ്ദുൽ ലത്തീഫ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, സൂര്യ ഉദയൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റ് ട്രഷറർ സുദർശന സുധീഷ് എന്നിവർ സംസാരിച്ചു. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ബാലജന സഖ്യത്തിന്റെ 97ാം ജന്മദിനാഘോഷവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. കൈത്താങ്ങ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് പഠനോപകരണ വിതരണം. ചേർപ്പ് സരസ്വതി കോളേജിൽ നടന്ന ചടങ്ങ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. ഏതൊരു കാര്യത്തിലും മുൻപന്തിയിൽ നമ്മുടെ സഹോദരനും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം നിങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നൊരു പരിപാടി എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നടത്തുന്നത്. അന്നേരം പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നിങ്ങൾ പഠിച്ച് വലുതായി ജോലി കിട്ടുമ്പോൾ തിരിച്ച് ഇതുപോലെ ഇപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്നത് പോലെ ഒരു ഗിഫ്റ്റ് മറ്റു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും തരും എന്നറിയാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്തായാലും വളരെ നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവിധ പിന്തുണയും ഈ സഖ്യത്തിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. കൈത്താങ് പദ്ധതിയുടെ ഭാഗമായുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് നിർവഹിച്ചു. മേള പ്രമാണി പെരുവനം സതീശൻ മാരാർ മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം എൽവിയ ദേവസി, നവരശ്മി യൂണിറ്റ് സഹകാരിമാരായ KL ആന്റണി, KB പ്രസാദ്, സഖ്യം യൂണിയൻ മേഖലാ ഭാരവാഹികളായ മുഹമ്മദ് സ്വലേഹ്, P തന്മയ, വിധു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകനും സഖ്യം സഹരക്ഷാധികാരിയുമായ TT പോൾ വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തെരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. 1970 മെയ് 30 രൂപീകൃതമായ CITU-വിന്റെ സ്ഥാപക ദിനാചരണം അവണിശ്ശേരിയിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP പ്രസാദ്, V രവി, PR ഉല്ലാസ്, TP സുഭാഷ്, AA വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. പ്രധാന പ്രതി പിടിയിലായത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന്.
ആക്രമണത്തിന് കാരണമായത് കുടുംബ വഴക്കിനെ തുടർന്നുള്ള മുൻവൈരാഗ്യം. കയ്പമംഗലത്ത് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. പ്രധാന പ്രതി പിടിയിലായത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന്. ആക്രമണത്തിന് കാരണമായത് കുടുംബ വഴക്കിനെ തുടർന്നുള്ള മുൻവൈരാഗ്യം. കയ്പമംഗലം പുന്നക്കച്ചാൽ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ സൂരജ് ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ ശരത് കൂട്ടുപ്രതികളും കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശികളുമായ തറയിൽ വീട്ടിൽ മിഥുൻ, പുളിക്കൽ വീട്ടിൽ മുകേഷ്, ഹരി എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരനായ സൂരജ് ബൈക്കിൽ പോകുന്നതിനിടെ പ്രധാന പ്രതി ശരത് ഇയാളെ പ്രകോപിപ്പിക്കുകയും ബൈക്കിൽ നിന്നിറങ്ങിയ സൂരജുമായി തർക്കമുണ്ടാക്കുകയും ചെയ്തു. തർക്കത്തിനിടെ പ്രതി ശരത് ബിയർ കുപ്പി കൊണ്ട് സൂരജിന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ സൂരജിന്റെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേൽക്കുകയും തലയോട്ടിക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ശരത് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടെ ഒമാനിലേക്ക് കടക്കാനായി പ്രതി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം എയർപോർട്ടിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കയ്പമംഗലം സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കയ്പമംഗലം SHO KT ബിജിത്ത്, ASI രാജേഷ്, CPOമാരായ സുനിൽ, ജോസഫ്, വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ജില്ലയിലെ സമൂഹശാസ്ത്ര ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടായ്മയായ തൃശൂർ സോഷ്യോളജി ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന TSTA ആഭിമുഖ്യത്തിൽ മികവുത്സവം 2026 സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ സമൂഹശാസ്ത്ര വിഷയത്തിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമായിരുന്നു മികവുത്സവം. ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മികവുത്സവം 2026 അധ്യാപികയായ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമകാലിക സമൂഹത്തിൽ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് പ്രസക്തിയുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ സമൂഹശാസ്ത്ര വിഷയത്തിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു. TSTA പ്രസിഡന്റ് സുനന്ദ അധ്യക്ഷയായി. സെക്രട്ടറി ലിജി, ജലിജ്, അജിത, മെറീന, ലിജോ, സജിത എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാഡമിക മികവിനൊപ്പം സമൂഹശാസ്ത്ര പഠനത്തോടുള്ള പ്രോത്സാഹനവുമാണ് മികവുത്സവത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. തൃത്തല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാൽനട യാത്രികനും സ്കൂട്ടർ യാത്രികനും പരിക്ക്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന്റെ പരിക്ക് ഗുരുതരം. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെള്ളിയാഴ്ച രാത്രി 11:30-ക്കായിരുന്നു അപകടം. യുവാവ് സഞ്ചരിച്ച സ്കൂട്ടർ കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ കടയുടെ ഗ്ലാസ് ഫ്രെയിം ഇടിച്ചു തകർത്താണ് നിന്നത്. കാൽനട യാത്രികനായ വാടാനപ്പള്ളി ശാന്തി റോഡ് സ്വദേശി വടക്കൻ വീട്ടിൽ സുനിൽ, സ്കൂട്ടർ യാത്രികനായ തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് യൂനിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂട്ടർ യാത്രികനായ യൂനിസിന്റെ തലയ്ക്ക് പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റ ഇരുവരെയും ഒളരിയിലെ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. നവഗ്രഹ ശാന്തി ഹോമം, വരുണപൂജ, വരുണ കലശ സമർപ്പണം, ഭഗവതി സേവ, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ, മേൽശാന്തി കലേഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, മറ്റു ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, ദിവാകരൻ കുറുപ്പത്ത, KS സന്തോഷ്, KR രഘുനാഥൻ, സഹദേവൻ, PK കുട്ടൻ, KK പ്രതാപൻ, മണി കാവുങ്ങൽ, മാതൃസമിതി ഭാരവാഹികളായ പ്രീതി ഉത്തമൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, സിനി, അജിത സത്യൻ എന്നിവർ നേതൃത്വം നൽകി. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. ശനിയാഴ്ച രാവിലെയാണ് റോഡരികിൽ മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കുണ്ടായി ചൊക്കന റോഡിൽ എസ്റ്റേറ്റ് ക്യാന്റീന് സമീപത്താണ് പുലി ഇറങ്ങിയത്. തോട്ടത്തിൽ മേഞ്ഞു നടന്ന മൂരിക്കുട്ടിയെ പുലി വലിച്ചിഴച്ച് റോഡിൽ എത്തിക്കുകയായിരുന്നു. വനപാലകരെത്തി പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 ആഴ്ച മുൻപ് പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി കെട്ടിയിട്ട പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നിരുന്നു.
തോട്ടം മേഖലയിൽ പുലിശല്യം രൂക്ഷമായതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ശ്രുതി സനീഷും രക്ഷ ഹെൽത്ത് കെയറും ചേർന്ന SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ 14ാം നമ്പർ അക്ഷരമുറ്റം അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ഗീതാഗോപി MLA പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റിന്റെ ഓഫീസ് സമർപ്പണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.